ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കണമെന്ന് കൃഷ്ണൻ പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ ക്രിസ്തുമസ് ആഘോഷിക്കണമെന്ന് യേശു പഠിപ്പിച്ചിട്ടില്ല. എന്ന പോലെ തന്നെ നബിദിനം ആഘോഷിക്കണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചിട്ടില്ല, നിർബന്ധിച്ചിട്ടില്ല. എന്നാൽ അതൊക്കെ ചെയ്യുന്നത് എതിർക്കപ്പെടേണ്ട കാര്യവുമല്ല. അത്രയുള്ളൂ അതിലെല്ലാം കാര്യം. പക്ഷെ എന്തായാലും എല്ലാത്തിനും ഒരു തത്വമുണ്ട്. അതായത് എല്ലാം ആ നേതാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ട വിധത്തിലായിരിക്കണം അവരുടെ ജന്മദിനം ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ അത് കൊണ്ടാടുന്നത്. എന്തായാലും നമുക്ക് നബിദിനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് തന്നെ കടക്കാം. നമ്മുടെ കേരളത്തിൽ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നത് ഘോഷയാത്രയാണ് പ്രധാന ഘടകം. മറ്റൊന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, അല്ലെങ്കിൽ അവരുടെ സംഗീത നിശ എന്ന് തന്നെ വിളിക്കാം. അതാണ് സംഗീതം. എന്തെന്ന് വെച്ചാൽ നബിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള കാവ്യങ്ങൾ, ഗാനങ്ങൾ ആലപിക്കലാണ്. അല്പമൊക്കെ പ്രസംഗിക്കാറുമുണ്ട്. അത് ഇസ്ലാമിൽ ഒരു നിഷിദ്ധമായ കാര്യമൊന്നുമല്ല. പക്ഷേ ഇസ്ലാമിൽ പ്രവാചകന്റെ സന്ദേശങ്ങൾക്ക്, കൽപ്പനകൾക്ക് വിധേയമായിട്ടായിരിക്കണം ആഘോഷിക്കുന്നത്. അല്ലെങ്കിൽ അത് നബിയോടുള്ള സ്നേഹമല്ല, നബിയോടുള്ള വിരോധാഭാസമാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഘോഷയാത്രയിൽ വിദ്യാർത്ഥികൾക്ക് മധുരപാനീയങ്ങൾ നൽകാറുണ്ട്. കൊച്ചു വിദ്യാർത്ഥികളല്ലേ, അവർ ആ യാത്രയിൽ തന്നെ അത് വാങ്ങി കഴിക്കുന്നു, കുടിക്കുന്നു. സത്യത്തിൽ നിന്നുകൊണ്ടും നടന്നുകൊണ്ടും ഭക്ഷണം കഴിക്കരുത്, ഒന്നും കുടിക്കരുത്, കഴിക്കരുത് എന്നാണ് നബിയുടെ സന്ദേശം. പക്ഷെ നബിയുടെ ആ സന്ദേശത്തിന് വിരുദ്ധമായിട്ടാണ് നമ്മുടെ കേരളീയരുടെ ഘോഷയാത്രയിൽ എപ്പോഴും കാണുന്നത്. ഇതൊക്കെ നബിയെ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ? അല്ലെങ്കിൽ അങ്ങനെ ദാഹിച്ച് ക്ഷീണിക്കാൻ മാത്രം കൂടുതൽ യാത്ര ചെയ്യിപ്പിക്കേണ്ട ആവശ്യവുമില്ലല്ലോ. വിദ്യാർത്ഥികളുടെ കൊച്ചുമക്കളുടെ താല്പര്യത്തിന് അനുസരിച്ച് ഒരു കൊച്ചു യാത്ര, സ്വൽപ്പ യാത്ര നടത്തിയാൽ മതി. എന്നാൽ പിന്നെ ആ യാത്രക്കിടെ ഭക്ഷണം കഴിക്കേണ്ട, വെള്ളം കുടിക്കേണ്ട, പാനീയം കഴിക്കേണ്ട, മധുരം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടികൾക്ക് ആരെങ്കിലും വല്ലതും മധുരം നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് യാത്രയെല്ലാം സമാപിച്ച് ഘോഷയാത്ര കഴിഞ്ഞ ശേഷം കുട്ടികൾക്ക് അങ്ങ് വിതരണം ചെയ്താൽ മതി. മറ്റൊരു പ്രധാന കാര്യം, യാത്രക്കാർക്ക് തടസ്സമാവുന്ന വിധത്തിലുള്ള ദഫ് പ്രോഗ്രാമുകളാണ്. ഏത് നടു റോട്ടിലും എത്രയും ദഫ് കളിക്കുന്ന സ്വഭാവം. ഇതുകൊണ്ട് ഒരുപാട് ഗതാഗത സ്തംഭനം വരുന്നുണ്ട്. നബിയുടെ പേരിൽ എന്തിനാണ് ഈ വിഡ്ഢിത്തം ചെയ്യുന്നത്? വാഹനയാത്രക്കാരെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. യാത്രക്കാർക്ക് വഴി ഒരുക്കി കൊടുക്കാനാണ് നബി കൽപ്പിച്ചത്. അപ്പോൾ അവിടെയും നബിയുടെ സന്ദേശത്തിന് വിരുദ്ധമായിട്ടാണ് നാം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പരിധി വിട്ടുള്ള ഈ ദഫ് പ്രോഗ്രാമുകൾ അവസാനിപ്പിക്കേണ്ടതാണ്. മൂന്നാമത്തെ ഒരു കാര്യം പറയാനുള്ളത് സംഗീത നിശയുമായി ബന്ധപ്പെട്ടതാണ്. സ്ത്രീകൾ പൊതുവേദിയിൽ ആവശ്യമില്ലാതെ പ്രത്യക്ഷപ്പെടുന്നത് നിരുത്സാഹപ്പെടുത്തിയ ധർമ്മമാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ ധാർമ്മിക മൂല്യങ്ങളുടെ പ്രസക്തി ഈ കഴിഞ്ഞ ഹേമ റിപ്പോർട്ടിൽ നമുക്ക് ബോധ്യപ്പെട്ടു. ഇക്കാലം വരെയും നമ്മുടെ ലിബറൽ സമൂഹം തള്ളിപ്പറഞ്ഞിരുന്ന ഇസ്ലാമിന്റെ തത്വങ്ങൾ തന്നെയാണ് ജനകീയമായിട്ടുള്ളത്, ജനങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ആ നിലക്ക് മുതിർന്ന പെൺകുട്ടികൾ, അതായത് ഏകദേശം ഒരു 10 വയസ്സിന് മീതെയുള്ള പെൺകുട്ടികൾ ബുർദ ആസ്വാദനം, അതുപോലെ മാല മൗലിദുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റേജ് പ്രോഗ്രാമായാലും സ്റ്റേജ് രഹിത പ്രോഗ്രാമായാലും ഇങ്ങനെ സംഗീതങ്ങൾ ആലപിക്കുന്നത് ഇസ്ലാമിൽ നിഷിദ്ധമാണ്. ഇസ്ലാമിക ധർമ്മശാസ്ത്രത്തിന്റെ ഏത് ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുതിർന്ന പെൺകുട്ടികളെ കൊണ്ട് മാലകളും മൗലിദുകളും ആലപിച്ചുകൊണ്ട് അതിന് മൂല്യനിർണയം ചെയ്യിക്കുന്ന മറ്റ് മുതിർന്ന പുരുഷന്മാര്? ഇത് 100% ഹറാമാണ്, അനിസ്ലാമികമാണ്, നബിയുടെ സന്ദേശത്തിന് വിരുദ്ധമാണ്. ഇതും നബിയെ പരിഹസിക്കലല്ലേ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് എനിക്ക് പറയാനുള്ളത് ഈ 3 കാര്യങ്ങളും നമ്മുടെ നബിദിന പ്രോഗ്രാമുകളിൽ നിന്ന് ഒഴിവാക്കണം, അല്ലെങ്കിൽ അതിന് നിയന്ത്രണം വേണം. നബിദിന ആഘോഷം നബിക്ക് ഇഷ്ടപ്പെട്ട വിധത്തിൽ ചെയ്യണം. എങ്കിൽ മാത്രമേ അതിന് പുണ്യമുള്ളൂ, അല്ലെങ്കിൽ അത് നബിയുടെ കോപത്തിന് വിധേയമാകും. പിന്നെ പ്രവാചക സ്നേഹത്തിന്റെ ആളുകളാണ് ഞങ്ങളെന്ന് അവകാശപ്പെട്ട് നടക്കാനുള്ള അധികാരവും അവകാശവും ഒന്നും തന്നെ നമുക്കുണ്ടാവില്ല.
ഹുബ്ബ് നബിയെ പ്രവാചക സ്നേഹം എന്ന ലേബലിൽ എന്തും കാട്ടിക്കൂട്ടാമെന്ന് ആരും മോഹിക്കരുത്. ഞാൻ ഈ പറയുന്നത് ആരെയും ദുഃഖിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ അല്ല. കഴിഞ്ഞ വർഷം തെക്കൻ കേരളത്തിലെ ഏതോ ഒരു ജില്ലയിൽ സ്ത്രീകളടക്കമുള്ള ഒരു നബിദിന ബൈക്ക് യാത്ര കാണാനിടയായി. അതായത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഇനിയും ഇത് പരിധി വിട്ടു പോകും. മഹല്ല് കമ്മിറ്റി മേധാവികൾ, മറ്റു ഉമറാക്കൾ, ഉലമാക്കൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക.